പ്രചാരണ പ്രകടന പത്രിക കമ്മിറ്റികളെ പ്രഖ്യാപിച്ചും ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർക്ക് പരിഗണന നൽകുകയും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കി കോൺഗ്രസ്. പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേരുമെന്ന് പ്രചാരണ കമ്മിറ്റി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF-ന് നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന് അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഞങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അവർ തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ വെച്ച് തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു തർക്കമോ ചർച്ചയോ ഇപ്പോൾ ഇല്ല. ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് UDF പ്രവർത്തകരെയും ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് സർവ്വസജ്ജരായി പ്രവർത്തന രംഗത്തിറങ്ങുക എന്നുള്ളതാണ്. എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതേസമയം KPCC-യിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. നിലവിലെ അധ്യക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾക്ക് താത്കാലിക ചുമതല കൊടുക്കുന്നതാണ് കീഴ്വഴക്കമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. എനിക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ കീഴ്വഴക്കമെന്നനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ KPCC അധ്യക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ പകരം ആ അധ്യക്ഷൻ മത്സരിക്കാൻ ആണെങ്കിൽ ആ കാലയളവിൽ ഒരു സീനിയർ നേതാവിന് ചുമതല കൊടുക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ കീഴ്വഴക്കം. ഹൈക്കമാൻഡ് അതാണ് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.